ഹലോ ഓൾ ഗുഡ് മോർണിംഗ്. പക്ഷെ ഞാൻ ഈ കാപ്പി കുടിക്കുന്നത് രാത്രി 1 മണിക്കാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പുറത്തു പോയത്. അതിന് മുന്നേ വെനസ്ഡേ ഈവനിങ് എന്ത് സംഭവിച്ചതല്ലേ? കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറിന്റെ ബുക്സ് എടുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അസൈൻമെന്റ്സിന്റെ പിക്ചേഴ്സ് ഒക്കെ എനിക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനെയും കൂട്ടി ക്രീം സ്റ്റേഷനിൽ പോയി. ഫത്തായറും ചോക്ലേറ്റ് പാസ്തയും പെരി പെരി ചിക്കൻ സ്ട്രിപ്സും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഥ പറഞ്ഞ് 11:45 ആയിട്ടോ. പിന്നെ നമ്മളെ കഫേ പൂട്ടുമല്ലോ. അങ്ങനെ ക്രീം സ്റ്റേഷൻ ക്ലോസ് ചെയ്തിട്ട് പിന്നെ എവിടെ കറങ്ങാൻ പോകാൻ നോക്കുമ്പോൾ കണ്ണൂർ നൈറ്റ് ലൈഫ് ഉണ്ടോ ഗൈസ്? ആകെയുള്ളൊരു സ്പോട്ട് പോയിട്ട് കോഫിയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കുടിച്ചു കേട്ടോ. ലാറ്റർ വാസ് വെരി നോർമൽ. പക്ഷെ നമുക്ക് സംസാരിച്ചിരിക്കാൻ ഒരു സ്പോട്ടായിരുന്നു വേണ്ടത്. അപ്പം കുറേ കഥ പറഞ്ഞിട്ടും കഥ തീരുന്നില്ല. പക്ഷെ ഇവർക്ക് പോകാനുള്ള സമയമായി, കാരണം കോഴിക്കോട് എത്തണമല്ലോ. രാവിലെ വേഗം തന്നെ ബോയിൽഡ് എഗും ബൂസ്റ്റും കൊടുത്തിട്ട് എൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. ഉമ്മ ചപ്പാത്തിയും ചിക്കനും കൊടുത്തയച്ചതുകൊണ്ട് തന്നെ കുറച്ച് ഉറങ്ങിപ്പോയതുകൊണ്ടും പ്രശ്നം ഉണ്ടായില്ല. വേഗം തന്നെ മടക്കി ചപ്പാത്തി ചുട്ടു, ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ചു. അങ്ങനെ 3 ചപ്പാത്തി ഒരാൾക്കും ഒരാൾക്ക് 2 ചപ്പാത്തി മതി പറഞ്ഞു. ചപ്പാത്തിൻ്റെ എണ്ണം കുറച്ചാലും ചിക്കൻ്റെ എണ്ണം ഒരേപോലെ ഇല്ലെങ്കിലില്ലേ വൻ യുദ്ധമാണ് ഇവിടെ നടക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ ക്യുക്കുംബേഴ്സ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈച്ചനെ കൊണ്ട് വൻ ശല്യമാണ് കേട്ടോ. സ്നാക്സിന് ഞാൻ പഴം വാട്ടിയതാണ് വെച്ചു കൊടുത്തത്. ഈ ഇയർ തൊട്ടിട്ട് ബിസ്ക്കറ്റും ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ കുറച്ച് നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുടികെട്ടൽ യുദ്ധം കൂടി കഴിഞ്ഞിരിക്കുന്നു. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധം തീർന്ന ഫീലാണ് കേട്ടോ. ബാക്കി 2 ചിക്കൻ ഫ്രൈ ഉള്ളത് ഞാൻ അങ്ങ് അകത്താക്കി. അപ്പൊ പിന്നെ ബാക്കി കഥകളായിട്ട് നാളെ കാണാം. ബൈ.